ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനയാണെങ്കിൽ വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. തൻ്റെ മമ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, മമ്മി എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പോകട്ടെ മമ്മി എന്നിങ്ങനെ പറയുമ്പോൾ മമ്മി എരുകിലായിട്ട് വരുന്നതായി അലീനയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ മമ്മി പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ തന്നെ നിൽക്കണം, നിന്റെ വീടല്ലേ ഇത്, നീ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ കൂടപ്പിറപ്പുകളാണ്, നിന്റെ അമ്മയാണ് എന്ന് കരുതി നീ അങ്ങ് തള്ളിക്കളയണം, അതുകൊണ്ട് നീ ഇവിടെ നിന്നേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ആശ്വാസം കിട്ടിയ രീതിയിൽ അലീന അവിടെ നിന്നും അരികിലേക്ക് വരികയാണ് നമ്മുടെ മുത്തശ്ശിയുടെ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരോടാ മോളെ നീ സംസാരിച്ചിരുന്നത്? ഞാനൊന്ന് മയങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയോടാണെന്ന് പറയണം. മമ്മിയോടോ? അവർ മരിച്ചു പോയതല്ലേ എന്ന് ചോദിക്കണം. അതെ, എന്നാലും ഞാൻ മമ്മിയോട് സംസാരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അത് നല്ലതാ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹമുള്ള ആത്മാക്കൾ നമ്മുടെ അരികിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അലീനയും അതുപോലെ തന്നെ കുഞ്ഞുമോളും കൂടിയിട്ട് അടുക്കളയിൽ കുഞ്ഞുമോള് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം എടുക്കുകയാണ്. അലീനയ്ക്കും അപ്പോൾ പറയുന്നുണ്ട്, ഭക്ഷണം എത്ര വേണമെങ്കിലും കഴിക്കാം, അത് ഇവിടെയുള്ളവർ അതിനൊരു തടസ്സവും പറയില്ല. ചില വീട്ടിൽ അതിന് വരെ മെച്ചിക്കണക്ക് പറയുന്നവരുണ്ട്, അതിലെനിക്ക് ഇവരെ വലിയ ഇഷ്ടമാണെന്നൊക്കെ കുഞ്ഞോള് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഭക്ഷണം എടുത്തിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമോള് പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നിൽക്കണം, കാരണം ഇവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബംഗ്ലാവും കാറും സാധനങ്ങളും എല്ലാം നല്ല രീതിയിലാണെന്നൊക്കെ തോന്നും, പക്ഷേ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ കുറവുകൾ നല്ല രീതിയിലുണ്ടാവും. പിന്നെ ഇവിടെയുള്ള അപ്പോൾ അലീന പറയുന്നുണ്ട്, അമ്മ മാത്രമേ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളൂ, കൊച്ചമ്മ മാത്രം, ബാക്കി എല്ലാവരും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മോൾക്ക് തോന്നുന്നതാ. എല്ലാവരുടെ കയ്യിലും ഉണ്ട് അതിൻ്റെതായ രീതിയിൽ. പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ കൃഷ്ണ, അവൾക്ക് മിണ്ടാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കാണുമ്പോൾ ഒന്ന് ചിരിക്കും, എന്തെങ്കിലും ഒന്ന് ചോദിക്കും, അത് തന്നെ. പിന്നെ ആ ബബിത എന്ന് പറയുന്ന മൂത്ത കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ആ സ്വഭാവം ആകെ മോശമാണ്. ചില നേരത്തെ ആ കുട്ടിക്ക് ഒരു ഫോൺ വരുമ്പോൾ വേഗം തന്നെ റൂമിലേക്ക് പോകും, കുശു പറയലും അതുപോലെ പൊട്ടിച്ചിരിക്കലും ഉമ്മ കൊടുക്കലും ഒക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കേട്ടിട്ട് സ്വന്തം കൂടപ്പറപ്പിനെയാണല്ലോ പറയുന്നത്. അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അലീന പറയണം, മതി ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്, കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഹിത് എന്ന് പറയുന്ന മൂത്ത ആളുണ്ടല്ലോ, അവനും ആകെ പ്രശ്നം. ഒരു ദിവസം ഞാൻ അവൻ്റെ റൂം വൃത്തിയാക്കാൻ പോയപ്പോൾ അവിടെ ഒരു കൊച്ചു പുസ്തകം കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കൊച്ചു പുസ്തകം അതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതേ കുറേ ചിത്രങ്ങളൊക്കെ ആയിട്ട്, പൊട്ട ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബുക്ക് അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലുമുണ്ട് അതിൻ്റെതായ സ്വഭാവ ദൂഷ്യം. പിന്നെ കൊച്ചമ്മയാണെങ്കിൽ കൊച്ചമ്മയുടെ ഓഫീസിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഒരാളിങ്ങോട്ട് വരും, ഒരു സാറ്. ആ സാർ ഇവിടെ വന്നിട്ട് കൊച്ചമ്മ അയാളോട് വളവള ഇങ്ങനെ സംസാരിക്കും. കൊച്ചമ്മയ്ക്ക് വളവള സംസാരിക്കൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് സംസാരിക്കൽ കൂടാതെ പിന്നെ എന്തൊക്കെയോ കൊച്ചമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അയാൾ അതിനാണ് വരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ വേണ്ട ചേച്ചി നിർത്ത്, അതൊന്നും പറയില്ല, എനിക്ക് പരദൂഷണം കേൾക്കാൻ തന്നെ ഇഷ്ടമല്ല എന്ന് അലീന പറയുന്നുണ്ട്. മോളെ നിനക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നീ എന്തായാലും ഇവിടെ കണ്ടു കേട്ട് നോക്കിയൊക്കെ നിന്നുകൊള്ളണം. പിന്നെ കൊച്ചമ്മയുടെ വിചാരം മക്കളൊക്കെ നല്ല പെർഫെക്റ്റ് ആണെന്ന്, പച്ചവെള്ളം പാലും കുടിച്ച് ജീവിക്കുന്നവരാണെന്ന്, അവരുടെ ഉള്ളിൽ ഇത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്ത് കേട്ട് കഴിഞ്ഞാലും ഒരു കണ്ണും ഒരു ചെവിടെ അടച്ചങ്ങ് നടന്നോളണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അതിരാവിലെ തന്നെ അലീന മിറ്റമടിക്കുകയാണ്. അപ്പം മിറ്റമടിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നായ കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താടാ നീ എന്നെയാണ് വിളിച്ചത്, നിനക്കെന്താ എൻ്റെ അരികിലേക്ക് വരണോ, ഇപ്പം സമയമില്ല കേട്ടോ, പിന്നെ നമുക്ക് പരിചയപ്പെടാട്ടോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പേപ്പറുകാരൻ വന്ന് പേപ്പർ ഇട്ട് പോവുകയാണ്. അങ്ങനെ അലീന ചൂല അവിടെ വെച്ചിട്ട് ആ പേപ്പർ വായിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ വൈജയന്തി എവിടേക്ക് വന്നിട്ട് ഡി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, മിറ്റടിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പേപ്പർ പത്രവാദനയൊക്കെ പിന്നെ ചെയ്യാം, നീ ആദ്യം മിറ്റടിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് പത്രം തട്ടിപ്പറിച്ച് വൈജ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം വൈജ കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാറ്റു ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താടി നീ കുറച്ച് നേരമായാലും സ്റ്റാറ്റു ആയിട്ട് ഇങ്ങനെ നിൽക്കണതെന്ന് ചോദിക്കുമ്പോൾ അതെ കുഞ്ഞുമോൾക്ക് കൊടുക്കാനുള്ള പൈസയുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമോൾ ഇന്ന് പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എന്തിനാ ഇനിയിപ്പോൾ അവളിവിടെ നിർത്തുന്നത്, അല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞയച്ചാൽ പോരെ, അലീന എന്ന് പറയുന്ന കുട്ടി പുതിയതായിട്ട് വന്നതല്ലേ, അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വരെയെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ പറഞ്ഞു കൊടുക്കാൻ വേറൊരാൾ എനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അതെ, ഇത് അത്ര ടെക്നീഷ്യൻ പണി വലിയ അറിവുള്ള പണിയൊന്നുമല്ലേ അടുക്കള പണി എന്ന് പറയുന്നത്, അതൊക്കെ എനിക്കറിയാം പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നിങ്ങനെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോളാണെങ്കിൽ അവിടേക്ക് ഒരു ബാഗുമായിട്ട് വരികയാണ്, തൻ്റെ ബാഗുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാഗുമായിട്ട് വന്ന സമയം തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താണ് ആ ബാഗിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പതർച്ചയും ഇല്ലാതെ കുഞ്ഞുമോള് പറയുന്നുണ്ട്, അതെ കുറച്ച് സ്വർണവും കുറച്ച് പണവും പിന്നെ കുറച്ച് വെള്ളിയുമുണ്ട്, എന്തേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടി അങ്ങോട്ട് കണ്ടാടി, ഞാൻ ബാഗ് ഇങ്ങോട്ട് തുറന്ന് കാണിക്കടി എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞുമോള് ആ ബാഗ് നേരെ തന്നെ വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ കാൽക്കൽ വന്ന് വീഴുന്നുണ്ട്. ഇന്നാ നോക്കിക്കോ എന്ന് പറയുകയാണ്.
അപ്പോൾ അരികിൽ തന്നെ ബാലേന്ദ്രനും ഇതൊക്കെ കണ്ട് നിൽക്കാണ്. അപ്പോൾ ആ സമയത്ത് തുറന്ന് കാണിക്കാൻ ഞാൻ തുറന്ന് കാണിക്കില്ല, കൊച്ചമ്മയ്ക്ക് വേണമെങ്കിൽ കൊച്ചമ്മ തുറന്ന് നോക്കിക്കോ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് അലീനെ എവിടെ, ഇത് ഇവിടെ പോയി കിടക്കുക എന്നിങ്ങനെ വൈജയന്തി വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോള് പറയാണ്, ഒരു അലീനേനെയും വിളിക്കേണ്ട, ഒരു കുലീനേനെയും വിളിക്കേണ്ട, കൊച്ചമ്മയ്ക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോ, വേറൊരാളെൻ്റെ ബാഗ് തൊട്ടുപോയി എൻ്റെ സ്വഭാവം മാറുമെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പൈസ എടുത്ത് കൊടുക്കുകയാണ്. എന്നാ നിൻ്റെ ശമ്പളം 27 ദിവസമാണ് നീ നിന്നിട്ടുള്ളത്, അതിനുള്ള പൈസ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമോളാണെങ്കിൽ ആ പൈസ എണ്ണി നോക്കിയിട്ട് കൂടുതലായിട്ട് ഒരു 200 രൂപ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 200 രൂപ കൂടുതലുണ്ടല്ലോ എന്നിങ്ങനെ കുഞ്ഞുമോള് പറയുമ്പോൾ അത് വൈജയന്തി പറയാണ്, അത് നിനക്കുള്ളതാണ്, നീ കുറച്ച് അഹങ്കരിക്കുന്നല്ലോ ഇവിടെ ചെയ്തിട്ട്, നിന്റെ അഹങ്കാരത്തിനുള്ള ഒരു കുറച്ച് പൈസയാണ് അത് നീ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൈസ എനിക്കല്ല ആവശ്യം, ഈ പൈസ കൊച്ചമ്മയ്ക്ക് തന്നെ, കൊച്ചമ്മയ്ക്കാണ് ഈ പൈസയ്ക്ക് അർഹതയുള്ളത് എന്നും പറഞ്ഞിട്ട് ആ പൈസ എടുത്ത് ആ 200 രൂപ എടുത്തിട്ട് വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. വൈജയന്തി അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ബാലേന്ദ്രനും മുഖം തിരിക്കുകയാണ് അത് കണ്ടിട്ട്. ബാലേന്ദ്രൻ ഒന്നും പറയാനില്ല, കാരണം ചോദിച്ച് മേടിച്ചതുപോലെ തന്നെയാണ് വൈജയന്തിക്ക് അത് കിട്ടുന്നത്. അങ്ങനെ അതിനുശേഷം ആ ബാഗും എടുത്തിട്ട് അവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്കിക്കോ, ഒരു വേലക്കാരി പോലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കില്ല, നിങ്ങളെ അനുഭവിക്കും, അത് ഉറപ്പാണ്, ഞാനല്ല വേറെ ഏത് വേലക്കാരിയെ കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അനുഭവിച്ചിരിക്കും, നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ഒരു ശാപവാക്കുകളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കുഞ്ഞുമോൾ അവിടെ നിന്നും പടി ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതൊക്കെ ചോദിച്ചു വാങ്ങിയതല്ലേ എന്ന് പറയുന്നുണ്ട്. അനുഭവിച്ചോ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം മുറ്റത്ത് അടിച്ച് തൂത്തുവാരി നിൽക്കുന്ന നമ്മുടെ അലീനയോട് കുഞ്ഞുമോള് പറയുന്നുണ്ട്, മോളെ ഞാൻ പോവാട്ടോ എന്ന് പറയാണ്. അയ്യോ ചേച്ചി പോവാണ്, ചേച്ചി എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ വന്നത് കൊണ്ടല്ലേ ചേച്ചിയുടെ ജോലി പോയത്, ഞാൻ ഇങ്ങോട്ട് വരണമെന്നൊന്നും വിചാരിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല മോളെ, എനിക്ക് പോയത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എനിക്കിത് നല്ല ജോലി വേറെ കിട്ടാനുണ്ട്, വേറെ സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ തന്നെ ശമ്പളമുള്ള ജോലിയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, കണ്ടും കേട്ടും നോക്കിയൊക്കെ നിന്നോളാം. അതെ, ചോരനീരുള്ള കുട്ടിയാണ്, പെൺകുട്ടിയാണ്. പല ആണുങ്ങളും നമ്മൾ കരുതാത്ത പലരുമായിരിക്കും നമ്മളോട് മോശമായി പെരുമാറുന്നത്, അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടൊക്കെ നിന്നോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ പോട്ടെ മോളെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അലീനയ്ക്ക് അത് ചെറുതായിട്ട് വിഷമാവുന്നുണ്ട്. അങ്ങനെ അലീന പിന്നീട് അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, അതെ ഞാൻ എന്തായാലും കുഞ്ഞുമോളെ പറഞ്ഞയച്ചു, അപ്പം ഞാൻ കണ്ടു എന്ന് പറയാണ്. ഇനി ഈ വീട്ടിലുള്ള എല്ലാ പണിയും നീ തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് വൈജ. അപ്പോൾ പറയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറയുന്നു. അതെ, ഞാൻ പറഞ്ഞു തരാം, രാവിലെ ഇഡ്ഡലിയും ദോശയും ആണെങ്കിൽ സാമ്പാറും ചമ്മന്തിയും നിർബന്ധമാണ്, അതുപോലെ തന്നെ പുട്ടും അതുപോലെ ഉപ്പുമാവൊക്കെ ആണെങ്കിൽ കടലക്കറി, അതുപോലെ അപ്പം വല്ലതും ആണെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ചിക്കനോ മട്ടനോ അതുപോലെ ബീഫോ പച്ചക്കറി പല രീതിയിലും എലിശ്ശേരി പുളിശ്ശേരി രസം തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കണം. രാത്രിക്കാണെങ്കിൽ ചോറോ ചപ്പാത്തിയോ അതിന് വേണ്ട കറികളും ഒക്കെ ഉണ്ടായിരിക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം പറഞ്ഞു കേൾക്കിട്ട് നമ്മുടെ അലീന ഗന്ധം വിട്ട് നിൽക്കുകയാണ്. നിനക്ക് നീ ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇല്ല, മുന്നൊന്നും നിന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പം നിനക്ക് ഇതൊക്കെ നീ പഠിക്കണം, ഞാൻ പഠിച്ചോളാം കൊച്ചമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിൽക്കുകയാണ്. പിന്നെ ഈ വീട്ടിലെ വേലക്കാരികൾ ഞാൻ പറയുന്നതനുസരിച്ച് നിന്നോളണം. പിന്നെ ഈ വീട്ടിൽ ഈ അടുക്കള ജോലി മാത്രമല്ല കേട്ടോ, എല്ലാ റൂമും ഞങ്ങൾ കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സിറ്റ് ഔട്ടും ഹാളും ഡൈനിങ് ഹാളും അതുപോലെ തന്നെ അടുക്കളയും ഒക്കെ വൃത്തിയായിരിക്കണം. രാവിലെ തന്നെ മുറ്റമടിക്കണം, വെള്ളം തെളിച്ചിട്ട് വേണം മുറ്റമടിക്കാൻ, പൊടി വാറാൻ പാടില്ല. വൈകിട്ടും മുറ്റമടിക്കണം, സിറ്റ് ഔട്ടൊക്കെ അടിച്ചു വാരണം. അതുപോലെ തന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സ്ഥലമൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി അതുപോലെ ചെയ്തോളാം എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ല പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ നിൽക്കുന്ന വേലക്കാരികൾ ആരും ബാലേന്ദ്രനോട് കൊഞ്ചിക്കൊടയാനൊന്നും നിൽക്കാറില്ല കേട്ടല്ലോ, പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് കൊച്ചമ്മ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നിന്നെക്കുറിച്ച് എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തേക്കുള്ള പ്രൊമോ എന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയത്ത. നല്ല അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.